ചില എം എൽ എമാരാണോ വ്യാജ എം എൽ എമാരാണോ എന്നെനിക്കറിയില്ല, അവരെല്ലാം ഉറങ്ങാൻ പോലും പാരസിറ്റാമോളും സിട്രിസനും ഒക്കെ കഴിക്കുന്നതായിട്ടാണ് സാർ പുറത്തു വരുന്ന വിവരം. സൂചി പോലും രോഗി വാങ്ങിക്കൊണ്ട് കൊടുക്കണം, അങ്ങനെ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ കാലമല്ല സാർ ഇന്ന് കേരളത്തിലെ ഒരു കാലം. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതാണ്, വസ്തുതകൾ വെച്ച് ചർച്ച ചെയ്യാൻ. പക്ഷെ അവരാരും ആ ഘട്ടത്തിൽ തയ്യാറായില്ല. കാരണം അവർക്ക് കേരളത്തിലെ ആരോഗ്യ മന്ത്രിയെ, ആരോഗ്യ വകുപ്പിനെ മാത്രം പ്രതിരോധത്തിലാക്കുക എന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം. കേരളത്തിലെ നമുക്കറിയാം, സമീപ സമയത്തായി 10,000-കണക്കിന് കോടി രൂപയുടെ ബഹുരാഷ്ട്ര നിക്ഷേപമാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി രംഗത്ത് വന്നിട്ടുള്ളത്. അവരുടെ എല്ലാം ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഇങ്ങനെ മോശമാക്കുന്ന നിലയിലുള്ള ഒരു പ്രചരണം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. വസ്തുതകൾ വെച്ച് ചർച്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ നിരയിൽ ഇതുവരെ ചർച്ച ചെയ്ത ഒരാൾ പോലും വസ്തുത വെച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇനിയും ചർച്ച ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് ഉദ്ധരിക്കാം. കാരണം UDF കാലത്തെ ആരോഗ്യ മേഖല എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. നമുക്കൊന്നും മറവി സംഭവിച്ചിട്ടില്ലല്ലോ. ഡോക്ടർമാരില്ല, മരുന്നില്ല, നേഴ്സില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ആശുപത്രികളിൽ. ഇത് ഞാൻ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നപ്പോൾ 2014 ജൂൺ മാസം 24-ാം തീയതി അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു സബ്മിഷൻ ചോദിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ ഇങ്ങനെയായിരുന്നു സാർ: സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും രൂക്ഷമായ മരുന്നുക്ഷാമം അനുഭവപ്പെടുകയാണ്. കാലവർഷത്തിന്റെ വരവോടുകൂടി സംസ്ഥാനത്ത് വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മരുന്ന് വിതരണം തടസ്സപ്പെടുന്നത് ഗൗരവമായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. മരുന്നുകൾ ലോക്കൽ പർച്ചേസ് നടത്തുന്നതിനായി ഗവൺമെന്റ് ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് രൂപയാണ് ലോക്കൽ പർച്ചേസ് ഇനത്തിൽ സർക്കാരിന് നഷ്ടമാകുന്നത്. മാത്രമല്ല, ടെൻഡർ പ്രൊസീജിയർ വഴി മരുന്ന് വാങ്ങാനുള്ള അവസരം കൂടി ലോക്കൽ പർച്ചേസ് മുഖാന്തരം നഷ്ടപ്പെടുകയാണ്. 150ഓളം ജീവൻ രക്ഷാ മരുന്നുകൾ, IV ഫ്ലൂയിഡ്, സിറിഞ്ച്, സൂചി തുടങ്ങിയ സാധനങ്ങളെല്ലാം രോഗികൾ പുറത്തു നിന്നും വാങ്ങിക്കൊണ്ടു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. ഏത് കാലത്താ? 2014 UDF കേരളം ഭരിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നപ്പോൾ സഭയിൽ ഉന്നയിച്ച സബ്മിഷന്റെ പ്രസക്ത ഭാഗം മാത്രമാണ് ഞാൻ വായിച്ചത്. ഇന്ന് മരുന്ന് ലഭിക്കുന്നില്ല എന്ന് നിങ്ങളുടെ നിരയിലുള്ള ഏതെങ്കിലും MLA-മാർ പോലും പറയുമോ? ചില MLA-മാരാണോ വ്യാജ MLA-മാരാണോ എന്നെനിക്കറിയില്ല, അവരെല്ലാം ഉറങ്ങാൻ പോലും പാരസിറ്റാമോളും സിട്രിസനും ഒക്കെ കഴിക്കുന്നതായിട്ടാണ് സാർ പുറത്തു വരുന്ന വിവരം. സൂചി പോലും രോഗി വാങ്ങിക്കൊണ്ട് കൊടുക്കണം, അങ്ങനെ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ കാലമല്ല സാർ ഇന്ന് കേരളത്തിലെ ഒരു കാലം. അതിന്റെ അവസാനം അദ്ദേഹം ഇതെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ആവശ്യപ്പെടുന്നത് അന്ത്യശാസനം ആണ്. മരുന്നുകൾ വിതരണം ചെയ്യണം എന്നെല്ലാം, ഡോക്ടർമാർ വേണം എന്നെല്ലാമുള്ള അന്ത്യശാസനമാണ് 2014 ജൂൺ മാസം 24-ാം തീയതി ഈ സഭയിൽ ഉന്നയിച്ച സബ്മിഷനിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഞാനത് സൂചിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നത് ആ കാലം ഒന്ന് ചെറുതായി ഓർത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പ്രതിപക്ഷ നേതാവിനെ കണക്ക് വെച്ച് ഈ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും നവജാത ശിശുമരണ നിരക്കും എല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. നിങ്ങളുടെ കാലത്ത് 43 ഉണ്ടായിരുന്നത് 19ആയി, 12 ഉണ്ടായിരുന്നത് 6ആയി. ഇപ്പോ സൗജന്യ ചികിത്സയെ കുറിച്ച് നജീബ് കാന്തപുരം, ഷംസുദ്ദീനും എല്ലാം പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട അംഗങ്ങൾ, നിങ്ങൾ കണക്ക് വെച്ച്, നിങ്ങൾ വെറുതെ പറയരുത്, നിങ്ങൾ കണക്ക് വെച്ച് പറയണം. നിങ്ങളുടെ കാലത്ത് 30,000 രൂപ മാത്രമായിരുന്നു ഒരു കുടുംബത്തിന് സൗജന്യ ചികിത്സയ്ക്കായി നിങ്ങൾ നൽകിയിരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് എത്ര എന്നറിയണ്ടേ? 5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത്. മറ്റ് നിരവധി ഉദാഹരണങ്ങൾ, ഞാൻ എല്ലാം പറയുന്നില്ല, സമയം വല്ലാണ്ട് പോകുന്നു.
നിങ്ങളുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ 2011-12 കൊടുത്ത 130 കോടി, 12-13 കൊടുത്ത 181 കോടി, ഞാൻ എല്ലാം വായിക്കുന്നില്ല. ആ ശരാശരിയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് 23-ൽ 1478 കോടിയാണ് ആരോഗ്യ മേഖലയിൽ കൊടുത്തത്. 21-22-ൽ 1424 കോടി രൂപയാണ് കൊടുത്തത്. 2024-25-ൽ 1498 കോടി രൂപയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തത്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. എന്തെല്ലാം ഡെവലപ്മെന്റുകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ നെല്ലിക്കുന്ന അംഗം, ബഹുമാനപ്പെട്ട അംഗം ഈ സഭയിലുമുണ്ട്. അദ്ദേഹം 2014 ജൂൺ 10 ഇവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, സർ, കാസർഗോഡ് ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജിന് തറക്കല്ലിടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്തി ഊണില്ലെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ അവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്നിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഊണ് കിട്ടിയോ? ഊണ് കിട്ടി. ആരാ ഊണ് വിളമ്പിയത്? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാസർഗോഡ് എന്നെ നെല്ലിക്കുന്നിന് മാത്രമല്ല, ഞങ്ങളുടെ കോന്നിയിൽ പതിറ്റാണ്ടുകളായി നിങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിയിരുന്ന കോന്നി മെഡിക്കൽ കോളേജ് ഇന്ന് 4ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനം നടക്കുകയാണ്. അങ്ങ് കോന്നിയിലും കാസർഗോഡും മാത്രമല്ല, വയനാട്, ഇടുക്കി 4 മെഡിക്കൽ കോളേജുകൾ, പാലക്കാട് ഉൾപ്പെടെ. സീറ്റിന്റെ കാര്യത്തിലോ മെഡിക്കൽ സീറ്റിന്റെ കാര്യത്തിലോ നിങ്ങളുടെ കാലത്ത് 2016-ൽ ഉണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി സീറ്റുകൾ വർദ്ധിച്ചു കേരളത്തിൽ. കണക്കല്ലേ? നിങ്ങളുടെ കാലത്ത് 1150 ഉണ്ടായിരുന്നത് 1750 ഇന്ന് കേരളത്തിൽ മാറിയില്ലേ? എത്ര നഴ്സിംഗ് കോളേജുകൾ, നമ്മുടെ എത്രയോ കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നു. 3 ഇരട്ടിയോളം നഴ്സിംഗ് സീറ്റുകളല്ലേ സർക്കാർ മേഖലയിൽ മാറിയിട്ടുള്ളത്? ഇത് കണക്കല്ലേ? ഈ കണക്ക് നിങ്ങൾ എത്ര കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ടാവും. പാവപ്പെട്ടവന്റെ ആശ്രയ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രികൾ. ആ ആശുപത്രികളെ നിങ്ങൾ തകർക്കരുത്. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സ്വകാര്യ ആശുപത്രികളിൽ പോകേണ്ട അവസ്ഥ നിങ്ങളായി കേരളത്തിൽ സൃഷ്ടിക്കപ്പെടരുത്. എന്റെ നാട്ടിൽ ഒരു പെൺകുട്ടി ഭർത്താവുമായി പിണങ്ങി, ഭർത്താവ് ആ പെൺകുട്ടിയുടെ കൈ വെട്ടി 2ആയി മാറി. അവർ ആശുപത്രിയിലേക്ക് വന്നു. അവരെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലാണ് അവിടെ ആംബുലൻസ് ഡ്രൈവർ കൊണ്ട് നിർത്തിയത്. ശസ്ത്രക്രിയ നടത്താം, പെട്ടെന്ന് 10 ലക്ഷം അടയ്ക്കണം എന്നാ പറഞ്ഞത്. ആദ്യ ഗഡു. പെട്ടെന്ന് തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും ഞങ്ങളെയും എല്ലാം ബന്ധപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. രാത്രിയിൽ തന്നെ നിരവധി ശസ്ത്രക്രിയകൾ നടത്തി. 2 ഭാഗമായി പോയ ആ കൈകൾ തുന്നിച്ചേർത്ത് ഇന്ന് ആ പെൺകുട്ടി ജീവിക്കുകയാണ്. അതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആതുരാലയങ്ങളെ നിങ്ങൾ തകർക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തോമസ് അങ്ങേക്ക് 6 മിനിറ്റ്